ലഹരി ഹബ്ബായി മാറുന്ന കൊച്ചിയിൽ സോണൽ ഓഫീസ് തുറന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. കാക്കനാടുള്ള സബ് സോണൽ ഓഫീസിനൊപ്പമാണ് സോണൽ ഓഫീസ്. 6 വൻ ലഹരിക്കടത്ത് കേസുകളിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് NCB. കോടികൾ വിലമതിക്കുന്ന കൊക്കെയിൻ ആഫ്രിക്കൻ സ്വദേശികൾ വിഴുങ്ങിക്കടത്താൻ ശ്രമിച്ച കേസിൽ DRI തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും. സംസ്ഥാനത്ത് ലഹരിക്കടത്ത് കേസുകൾ വർദ്ധിക്കുകയും കൊച്ചി പ്രധാന കേന്ദ്രമായി മാറുകയും ചെയ്തതോടെയാണ് സോണൽ ഓഫീസായി NCB സബ് സോണൽ ഓഫീസ് ഉയർത്തിയത്. ഏപ്രിലിൽ തന്നെ സോണൽ ഓഫീസായി കാക്കനാട്ടെ സബ് സോണൽ ഓഫീസ് ഉയർത്തിയാണ് പ്രവർത്തനം. 6 ലഹരിക്കടത്ത് കേസുകൾ സോണൽ ഓഫീസ് നേരിട്ട് അന്വേഷിക്കുന്നുണ്ട്. സോണൽ ഡയറക്ടർ P. അരവിന്ദൻ IPS, അസിസ്റ്റന്റ് ഡയറക്ടർ വേണുഗോപാൽ G. കുറുപ്പ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. കൂടുതൽ NCB ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട്. സംസ്ഥാന അതിർത്തി വഴിയും വിമാനത്താവളങ്ങൾ വഴിയും പുറംകടലിലൂടെയുമെല്ലാം ലഹരിക്കടത്ത് വ്യാപകമാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി നടന്ന മയക്കുമരുന്ന് കേസുകളിൽ ചിലത് NCBക്ക് കൈമാറിയിരുന്നു. മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കപ്പെടുന്നവരുടെ രാജ്യാന്തര ബന്ധങ്ങളിലും കൂടുതൽ വിശദമായ അന്വേഷണം നടത്താൻ കഴിയുന്നത് NCBക്കാണ്. 2022 ഒക്ടോബറിൽ കൊച്ചി തീരത്തെ ബോട്ടിൽ നിന്ന് 1400 കോടി രൂപയുടെ ഹെറോയിൻ പിടികൂടിയത് നാവികസേനയും NCBയും ചേർന്നായിരുന്നു. നേരത്തെ ചെന്നൈ സോണലിന് കീഴിലായിരുന്നു കൊച്ചി വിമാനത്താവളം വഴിയുള്ള വിദേശികൾ ഉൾപ്പെട്ട ലഹരിക്കടത്ത് കേസുകളും വർദ്ധിക്കുകയാണ്. ഏപ്രിൽ 19 എത്യോപ്യയിൽ നിന്ന് മസ്കറ്റ് വഴിയെത്തിയ കെനിയൻ സ്വദേശി 668 ഗ്രാം കൊക്കെയിനുമായി കൊച്ചി വിമാനത്താവളത്തിൽ പിടിയിലായിരുന്നു. കഴിഞ്ഞ ദിവസം ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി വിഴുങ്ങി കൊക്കെയിൻ കടത്തിയത് DRIയും പിടികൂടിയിരുന്നു. DRIയുടെ കേസുകൾ നിലവിൽ NCB ഏറ്റെടുക്കുന്നില്ല. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.